നമ്മുടെ നായകൻ 1947 വൈപ്പിൻകരയിലെ ഞാറയ്ക്കലിൽ ജനനം. എറണാകുളം ലോ കോളേജിൽ നിന്ന് ബിരുദം. സിനിമാ താരം മമ്മൂട്ടിയോടൊപ്പം എന്നാണ് അവകാശവാദം. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. മുത്തുകടഞ്ഞ കതിർമുഖവും ശംഖ് കടഞ്ഞ കഴുത്തഴകും ആലിലയ്ക്കൊത്തോരണിവയറും പൂണൂൽ പരീതൊത്ത പൂഞ്ചുണങ്ങും. നമ്മുടെ നായിക 1951 കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ജനനം. കാർ കൂന്തൽ അഴക്, അതാണ് വ്യക്തിമുദ്ര. കുളിക്കുമ്പോൾ അഴിച്ചിട്ട കാർക്കൂന്തൽ നിലം മുട്ടാതിരിക്കാൻ വട്ടകയിൽ മുടി അഴിച്ചിടണമത്രേ. ഓരോരോ ആചാരങ്ങൾ. സുന്ദരി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറി ചാത്തി കാരുണ്യമേനി വന്നു. വൈപ്പിൻകരയിലുള്ള നമ്മുടെ നായകനും തൃശൂരിൽ നിന്നുള്ള നായികയ്ക്കും കണ്ടുമുട്ടുവാൻ അവസരമൊരുക്കിയത് നമ്മുടെ ഈ കൊച്ചി തന്നെ. പഠനം കഴിഞ്ഞ് രണ്ടുപേരും ബാങ്കിൽ, അതും ഒരുമിച്ച് മട്ടാഞ്ചേരിയിൽ. ദൈവത്തിന്റെ ഓരോ വികൃതികൾ. കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ടെ. കണ്ണനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. അയ്യേ ചോദിച്ചാൽ പറയും ഞങ്ങൾ പരസ്പരം കണ്ടിട്ടേയില്ലായിരുന്നുവെന്ന്. അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവർ ജീവിതത്തിൽ ഒന്നിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ 50 വർഷം മുമ്പ് നമ്മുടെ നായകനും നായികയും വിവാഹിതരായി. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറിയണിയുന്നു. പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു, തിരുസഭ വിജയത്തിൻ പൊൻതൊടുകുറിയണിയുന്നു. ഒരുമിച്ചുള്ളവരുടെ ജീവിതം അവിടെ ആരംഭിച്ചു. അവർ അവരുടെ സ്വപ്നങ്ങൾ നെയ്തു തുടങ്ങി. അവർക്ക് കൂട്ടായി അവരുടെ മക്കളും. 2 എടുത്താൽ 1 ഫ്രീ, അങ്ങനെ മൊത്തം 3 എണ്ണം. നാണമാവുന്നു, മേനി നോവുന്നു, എന്റെ കൈകൾ നിന്നെ മൂടുമ്പം. ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. നാണമാവുന്നു, മേനി നോവുന്നു, നിന്റെ കണ്ണിൻ മുള്ളു കൊള്ളുമ്പം. ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ജീവിതം കഥകൾ പോലെ മനോഹരമായിരുന്നുവെങ്കിൽ. എന്നും അങ്ങനെ ആവില്ലല്ലോ. ചട്ടിയും കലവുമൊക്കെ ആവുമ്പോൾ തട്ടിയും മുട്ടിയും പൊട്ടിയും ഒക്കെ ഇരിക്കണമല്ലോ. അതുപോലെ തന്നെയായിരുന്നു മുമ്പോട്ടുള്ള ഇവരുടെ പോക്കും. ഇവനോടിനി കുരിയാടരുതേ, പുല്ല് തിന്നു പല്ല് പോയൊരു പുലിയാണു നീ. ഈ അവസ്ഥയ്ക്ക് ഇവർ തന്നെ ഒരു പോംവഴി കണ്ടെത്തി. യാത്രകൾ. ലോകം മുഴുവനും
ഒരുമിച്ച് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെ പല നാടുകളും ഇവർ ഒരുമിച്ച് കറങ്ങി നടന്നു. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഹേ, ഹേ, ഓ, ലലലാ, ഓ, ഹേ, ലലലാ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. ജീവിതം ആനന്ദപൂർണമാക്കി കൊണ്ടുപോകുമ്പോഴും കുടുംബത്തിനും തൊഴിലിനും വേണ്ടി അവരുടെ പല ഇഷ്ടങ്ങളും അവർ വേണ്ടെന്ന് വെച്ചു. അതെല്ലാം പിന്നീട് സാധ്യമായത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷമാണ്. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. കുഞ്ഞുകിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞുനിലാവിൽ ചേക്കീറാം. കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം. ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. ജീവിത സായാഹ്നത്തിൽ അവർ പരസ്പരം താങ്ങും തണലുമായി നിന്നു. അവർ സ്വയം തിരിച്ചറിഞ്ഞതിനേക്കാളും തൻ്റെ പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കി. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായി 50 വർഷങ്ങൾ. മഴവില്ലിനാലിഴമേന്നിടും അഴകിൻ കൂട് കനവോടിതാ കുറുകും പ്രാവ്. തളിരിളം ചൂടിൽ ആ നെഞ്ചിൽ തല ചായ്ച്ചൊന്നുറങ്ങിടുവാൻ ചെറുപ്രാവുകൾ അണയുന്നിതാ ആനന്ദമായി ആവേശമായി. ഇതാണ് ഇവരുടെ കഥ. ഇവരുടേതെന്ന് പറയുമ്പോൾ ഞങ്ങളുടേത് കൂടിയായ കഥ. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ നെയ്തു തുടങ്ങിയ ഇവരുടെ സ്വപ്നം, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സ്വർഗരാജ്യം.